ഇൻഷുറൻസ് മുഖ്യം ബിഗിലേ ഡോട്ട് ദ പോയിന്റ്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എന്താ പറയാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫോൺ പോയതിൻ്റെ കാര്യങ്ങളൊക്കെ, ഫോണിങ്ങനെ സ്റ്റീൽ ചെയ്തതിൻ്റെ കാര്യമൊക്കെ. അപ്പം കുറേ പേരൊക്കെ എന്നെ വിളിച്ച് ചോദിച്ചു എന്താ എങ്ങനെയാണ് പറ്റിയത്. അതിനൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട്. എൻ്റെ ഫ്രണ്ട്സ് കുറേ പേരൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഐസ്ക്രീം വണ്ടീൻ്റെ മ്യൂസിക്കാട്ടോ കേൾക്കുന്നത്. നമ്മുടെയൊക്കെ നാട്ടിൽ ബെല്ലടിക്കുമല്ലോ, ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഐസ്ക്രീം വണ്ടി വരുമ്പോൾ ഇങ്ങനത്തെ സൗണ്ടാണ്. രസമായൊക്കെ. അങ്ങനെ അപ്പം ഞാൻ പറഞ്ഞു വന്ന കാര്യം, ഫോൺ പോയത്. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ പോലീസിൽ ക്ലെയിം പോലീസിനെ വിളിച്ചിട്ട് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തായിരുന്നു. പിന്നെ അവരെനിക്ക് കുറേ മെയിലൊക്കെ അയച്ചു, എൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം കൊടുക്കാൻ പറഞ്ഞിട്ട്. നമ്മൾ ആ ഒരു ടൈമിൽ വെയർ ചെയ്ത ഡ്രസ്സ് ഏതൊക്കെയാണ്, നമുക്ക് എന്തെങ്കിലും ബാഗ് കാര്യങ്ങളുണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ, പിന്നെ ഏത് ബസ്സിലാണ് കയറിയത്, എപ്പോഴാണ് ടൈം, ഏത് സമയത്താണ് ബസ് ഇറങ്ങിയത്, ഏത് ബസ്സിന് കയറി, എപ്പോൾ കയറി, ഏത് സീറ്റിലായിരുന്നു, അങ്ങനെ തുടങ്ങി കുറേ കാര്യങ്ങൾ അവർ ചോദിച്ചായിരുന്നു. അപ്പോൾ അതെല്ലാം ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വോഡഫോണിൽ ഞാൻ ഫോൺ എടുത്ത വോഡഫോണിൽ നിന്നായിരുന്നു. എന്നിട്ട് വോഡഫോണിൽ വിളിച്ച് ചോദിച്ചപ്പോൾ അവർക്ക് നമ്മൾ കേസ് രജിസ്റ്റർ ചെയ്തതിൻ്റെ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തതിൻ്റെ റെഫറൻസ് നമ്പർ കൊടുത്തു. പിന്നെ നമുക്ക് എന്താ സംഭവിച്ചത്, നമ്മുടെ ഫോൺ എങ്ങനെയാണ് തെഫ്റ്റ് ആയെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ ക്ലെയിം ചെയ്ത് തരാമെന്ന് പറഞ്ഞു. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇത്ര പെട്ടെന്ന് എനിക്ക് തിരിച്ച് കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞാൻ വോഡഫോണിൽ വിളിച്ച് പറഞ്ഞ് ക്ലെയിം ചെയ്ത് പിറ്റേ ദിവസം തന്നെ എനിക്ക് അവർ ഫോൺ അയച്ചു തന്നു, ന്യൂ ഫോണ്. താങ്ക് ഗോഡ്. എനിക്കങ്ങ് എന്താ പറയുക, ഇവിടെയൊക്കെ ഇത്രയും ഫെസിലിറ്റീസ് ഉണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. കാരണം ഫോൺ പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും തന്നെ നമ്മൾ വിളിച്ച് പറഞ്ഞപ്പോഴേക്കും തന്നെ നമുക്ക് അവർ പുതിയ സിമ്മും ന്യൂ ഫോണും നമുക്ക് അയച്ചു തന്നു. മറ്റേ ഫോൺ എന്തായാലും എനിക്ക് കിട്ടത്തില്ലെന്നാണ് പറഞ്ഞത്. അത് ഓൾറെഡി ലോക്കാക്കി. ഇനിയിപ്പോൾ എനിക്ക് ഈ ഫോണിലേക്ക് എൻ്റെ സിം ഇടണമെങ്കിൽ എൻ്റെ ആപ്പിൾ ID റിക്കവർ ആക്കാൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിന് 2 ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് ശരിയായി കിട്ടത്തുള്ളൂ. മെയിൽ വന്നിട്ടുണ്ടായി. പിന്നെ ഫോണിൽ അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ പഴയ ഫോണിൽ സിം ആക്ടിവേറ്റ് ചെയ്യണമെന്ന്. എന്നിട്ട് നാട്ടിലത്തെ എൻ്റെ ഒരു വിവോൻ്റെ ഫോണുണ്ട്, അതിലിട്ട് സിം ആക്ടിവേറ്റ് ചെയ്യാമെന്ന് വെച്ചു. ആ ഫോണിലാണ് ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കറൻറ്റ്ലി ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വിവോൻ്റെ എൻ്റെ നാട്ടിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഫോണാണ്. ഇവിടെ വന്നിട്ടാണ് ഞാൻ ഈ ഫോൺ മേടിച്ചത് തന്നെ. അപ്പം ഇതാണ് സിമ്മ് എൻ്റെ. എന്തായാലും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. എല്ലാം വളരെ പെട്ടെന്നിരുന്നു. ഫോൺ പോയി, ഫോൺ കിട്ടി. വാട്ട് എ മിറാക്കിൾ. അമ്മേ, എന്ത് പറയണേന്ന് അറിയത്തില്ല സത്യം പറഞ്ഞാൽ. നാട്ടിലാണെങ്കിലൊക്കെ പോയാൽ പോയി, പിന്നെ അത് കിട്ടത്തൊന്നുമില്ല. നാട്ടിൽ പിന്നെ എനിക്കറിയില്ല ഇൻഷുറൻസ് ഉണ്ടോ, ഇങ്ങനെ കിട്ടുമെന്നും പറ്റുമൊന്നും. ഇവിടെ പിന്നെ ഇൻഷുറൻസ് ഉള്ള കാരണം കൊണ്ട് പിന്നെ പോയാലും നമുക്ക് ന്യൂ വൺ കിട്ടും എന്നിപ്പോൾ മനസ്സിലായി. സോ എല്ലാവരും ഇൻഷുറൻസ് എടുക്കുക, ആരും ഇൻഷുറൻസ് എടുക്കാണ്ടിരിക്കരുത്. അഥവാ തെഫ്റ്റ് അടിച്ചാലും ബ്രേക്കേജ് സംഭവിച്ചാലും ഒക്കെ നമുക്ക് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ന്യൂ ഫോൺ കിട്ടും. അല്ല എന്തെങ്കിലും ഇപ്പോൾ ഒരു പ്രശ്നം പറ്റിയാൽ പോലും അത് അവർ മാറ്റിത്തരാനാണേലും ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഹെൽപ്ഫുള്ളായിരിക്കും. സോ ഗൈസ്, മൈ ഫോൺ. Oh, yes, I got my phone. Oh. അപ്പോൾ നമ്മുടെ ഫോൺ കിട്ടിയിരിക്കുകയാണ്. ഇത് നമ്മുടെ സിമ്മ്. ഫോൺ ഞാൻ ഓൾറെഡി ഇവിടെ പൊട്ടിച്ചു. ഇവിടെ സോ ഇതാണ് ഫോൺ. യെസ് ഗൈസ്, പിന്നെ ആകെ ഒരു വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കുറേ ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടായിരുന്നു. പിന്നെ എനിക്കൊരു ഡിഫിക്കൽട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എൻ്റെ ബാങ്ക് ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഈ പുതിയ ഫോണിലേക്ക് സെറ്റ് ആക്കണം. അതിന് ഇനി എന്തൊക്കെ പ്രൊസീജിയറാണെന്ന് എനിക്ക് അറിയത്തില്ല. അതൊക്കെ ഇനി ചെയ്ത് തുടങ്ങുമ്പോഴാണ് എനിക്കറിയാൻ പറ്റുള്ളൂ. അവരെനിക്ക് എൻ്റെ സിമ്മും തന്നിട്ടുണ്ട്. പഴയ ഫോൺ ഓൾറെഡി ലോക്ക് ചെയ്തു. പിന്നെ എനിക്ക് എൻ്റെ പഴയ സിമ്മ് പുതിയത് അവർ എനിക്ക് തന്നിട്ടുണ്ട്.
ഇനി അതിട്ട് ആക്ടിവേറ്റ് ചെയ്യണം. അങ്ങനെ അപ്പോൾ അത്രേ ഉള്ളൂ.